നമുക്ക് നല്ല നെയ്മത്തി കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഷാപ്പിലെ നല്ല അടിപൊളി ഒരു മത്തിക്കറി വെച്ചേക്കാം. മത്തിക്കകത്ത് നല്ല വലിയ മുട്ടയൊക്കെ ഉണ്ട് കേട്ടോ. മത്തിക്കറി വെക്കാൻ വേണ്ടി നമുക്ക് ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. മീൻചട്ടി ചൂടായിട്ടുണ്ട്. നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ചൂടായിട്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വന്നിട്ടുണ്ട്. ഇഞ്ചി നീളത്തിലരിഞ്ഞ് ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഒരു 3 പച്ചമുളക് ഇടുന്നത്, 3-4 കൊച്ചുള്ളി അരിഞ്ഞത്, കറിവേപ്പില. നമുക്കൊരു വലിയ തക്കാളി അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. നമ്മുടെ തക്കാളിയും പച്ചമുളകും എല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മുളക് പൊടി ഇട്ട് കൊടുക്കാം. 2 ടേബിൾ സ്പൂണ് കാശ്മീരി മുളക് പൊടി, 1 ടീസ്പൂണ് എരിവുള്ള മുളക് പൊടി, 1/2 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി. ഇത് നന്നായിട്ടൊന്ന് പച്ചമണം മാറുന്നതിന് വരെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഞാനിവിടെ ഒരു 3-4 ഇള പുളി എടുത്ത് കഴുകി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. നമുക്കിതിലേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ഇതേ തോട്ടുപുളി, കുടംപുളി എന്നൊക്കെ പറയില്ലേ, ആ പുളിയാണ് കേട്ടോ. ഇതിലേക്ക് നമുക്ക് ഒരു 2 സ്പൂണ് കല്ലുപ്പ് ഇട്ട് കൊടുക്കാം. നന്നാക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മത്തി കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് പെറുക്കിയിട്ട് കൊടുക്കാം. ഇനി ഇതിവിടെ ഇരുന്ന് നന്നായിട്ട് തിളച്ചൊന്ന് വറ്റി വരട്ടെ. ഞാൻ വറുത്ത് പൊടിച്ച് വെച്ചിരുന്ന ഉലുവാപ്പൊടിയാണ് അതിലിട്ട് കൊടുക്കാം. മീനൊക്കെ നന്നായിട്ട് വറ്റി വന്നു കേട്ടോ. നമ്മുടെ സൂപ്പറായിട്ടുണ്ട്. പിന്നെ നമുക്ക് തീ അങ്ങ് ഓഫ് ചെയ്യാം. ഒരു ടേബിൾ സ്പൂൺ പച്ച വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുക്കാം.
അപ്പം നമ്മുടെ സൂപ്പർ ഷാപ്പിൽ മത്തിക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു 5 മിനിറ്റ് അടച്ചു വെക്കാം കേട്ടോ. 5 മിനിറ്റ് അങ്ങ് അടച്ചു വെച്ച് കഴിയുമ്പോൾ വെളിച്ചെണ്ണയുടെയും കറിവേപ്പിലയുടെയും ഒക്കെ ഫ്ലേവർ നന്നായിട്ട് അങ്ങ് ഇറങ്ങും. നല്ല സ്മെല്ലൊക്കെ അങ്ങ് വരും. സൂപ്പറാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ എല്ലാവരും.